കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരും. പക്ഷെ ആ കുടുംബം ക്ഷമ നൽകുമോ എന്നൊരു ചോദ്യം അവിടെയില്ലേ? യഥാർത്ഥത്തിൽ നിമിഷപ്രിയ തെറ്റുകാരിയായിരുന്നു. നിമിഷപ്രിയയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടണം. ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ളൊരു ധാരണയിലാണ് നിമിഷപ്രിയ ഇത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഡോസ് കൂടിപ്പോയി ഇയാൾ മരിക്കും. അവിടെ വെച്ചിട്ട് ചിത്രം മാറുകയാണ്. സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. രാജ്യങ്ങൾ തമ്മിൽ ഈ എത്ര വലിയ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസി, ബാക്ക്ഡോർ കമ്മ്യൂണിക്കേഷൻ എന്ന സംഗതി എപ്പോഴും ഉണ്ടാകും. ഇതിപ്പം ഇന്ത്യയിൽ മുഴുവൻ ഒരു വിഷയമായി മാറുന്നു. നാളെ ഈ നിമിഷപ്രിയ അവിടുന്ന് ജയിൽ മോചിതയായി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരും. കേന്ദ്ര സർക്കാർ അത് ഉപയോഗിക്കാനും നിമിഷപ്രിയയ്ക്ക് അപകടം സംഭവിക്കാതെ അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് ഇരയാകാതെ വരാനുള്ള സാധ്യതകളും തെളിയും. നരേന്ദ്രമോദി അപ്പം അതിനുവേണ്ടി കഷ്ടപ്പെടും. പാലക്കാട് ചിറ്റിലശ്ശേരി സ്വദേശിയായിട്ടുള്ള നിമിഷപ്രിയ 2017 മുതൽ യമനിലെ ജയിലിലാണ്. എനിക്കൊന്നു ഈ വരാൻ പോകുന്ന ജൂലൈ 16 നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ പോവുകയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ. എന്താണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു അവസാന നിമിഷം ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ട് നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു ശേഷിയും ഒരു മിടുക്കും ഒക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയുടെ ചില ബന്ധങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇറാനിലെ അംബാസഡറും ഇവിടെ ഉണ്ട്. മാത്രമല്ല വിദേശ മന്ത്രാലയത്തിന് ആ രീതിയിലൊക്കെ ഒരുപാട് ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ കഴിയുന്ന കൂട്ടത്തിലുമാണ്. പക്ഷെ ആ കുടുംബം ക്ഷമ നൽകുമോ എന്നൊരു ചോദ്യം അവിടെയില്ലേ? അല്ല, അവിടെ അതിലേക്കാണ് പോകുന്ന സാധനം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ ആ കുടുംബവുമായിട്ട് ഇപ്പം നമ്മുടെ അവിടുത്തെ ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്ന ഈ ഷാമുൽ ജെറോം. അപ്പോൾ ആ ഷാമുൽ ജെറോം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കുടുംബവുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭാഷണത്തിലാണ്. അപ്പോൾ അവർ $1 മില്യൺ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് കുറേ ക്യാഷ് നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്. 1 മില്യൺ ബ്ലഡ് മണി, ഏകദേശം ഇന്ത്യൻ റുപ്പി 8 കോടിയിൽ ഏറെ വരുമായിരിക്കും. അപ്പോൾ അപ്പോൾ ആ കുടുംബവുമായിട്ട് ഇനിയിപ്പോൾ ഉള്ള ലീഗൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കൊല ചെയ്യപ്പെട്ട ഈ ഹലാൽ മഹദി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ നിമിഷപ്രിയയ്ക്ക് ഇനി പുറത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ തെറ്റുകാരിയായിരുന്നു. ഇവിടെയാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട സംഗതി ഇവിടെയാണ്. കാര്യം നമ്മളിപ്പോൾ ഈ വിദേശ ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കുകയും വിദേശ റെമിറ്റൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനകത്തൊരു വളരെ ചെറിയൊരു വിഭാഗം കഴിഞ്ഞാൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഈ നമ്മുടെ വിദേശ ഈ പ്രവാസി സമൂഹവും ഇത്തരത്തിലുള്ള ഒരുപാട് യാതനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു നോക്കുകയാണ്. അതിൻ്റെ വളരെ ഒരു മാതൃകാപരമായ ഒരു ഉദാഹരണമാണ് നിമിഷപ്രിയയുടെ കഥ എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കണം, ചെന്ന് പെട്ടിരിക്കുന്ന യമനിലാണ് അല്ലേ? അപ്പം യമനിലെ അവസ്ഥ നമുക്കിപ്പം ഈ ഹൂതികളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം യമനിൽ ഈ നിമിഷപ്രിയ അവിടെ ചെന്നു. അവിടെ 2011 അവിടെ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് അവർ വിവാഹിതയായിട്ട് വീണ്ടും ഒരു യമനിലേക്ക് പോകുന്നു. യമനിലേക്ക് ഭാര്യയും അവിടെ ചെന്നിട്ടൊരു കുഞ്ഞുണ്ടാവുന്നു, ഒരു മകളുണ്ടാവുന്നു. അപ്പോൾ ഈ മകളും കുഞ്ഞുമായിട്ടും ഇവരൊന്നിച്ച് 3 പേർക്ക് അവിടെ ജീവിച്ചു പോകാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു. യമനിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി സമ്പാദിച്ച് തിരിച്ചു വരാമെന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണല്ലോ ഇവിടുന്ന് എല്ലാം സഹിച്ചിട്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ജീവിതം പോലും ഇങ്ങനെയുള്ള യമനിലെ പോലുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ജീവിതം പോലും പണയപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്നിട്ട് അവർക്ക് ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു യുവതിയായ ആ അമ്മ സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ നിർബന്ധിതയാവുന്നു. അല്ലെങ്കിൽ അവർ വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ അവർ 2014 നാട്ടിലേക്ക് വരുന്നു. ഈ നിമിഷപ്രിയ അവിടെ തുടരുന്നു. അങ്ങനെ ഈ ജലാൽ മഹദിയും ഈ നിമിഷപ്രിയയും കൂടെ ചെന്നിട്ട് ക്ലിനിക്ക് നടത്തുകയായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ടാണ് ഇയാളുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാണ്ട് വന്ന് നിമിഷപ്രിയയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷപ്രിയയുടെ പാസ്പോർട്ടും മറ്റ് ട്രാവൽ ഡോക്യുമെൻറ്റ്സും എല്ലാം ആവശ്യമാണ്.
അപ്പോൾ അതെല്ലാം ഈ ഹലാലിൻ്റെ പക്കലായിരുന്നു. ഉം. അപ്പോൾ അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ശരിക്കും ഈ ഒരു ദിവസം ഇയാൾക്ക് എന്തോ ഒരു ഓവർഡോസ്, ഒരു കെറ്റാമിൻ അങ്ങനെയുള്ള എന്തോ ഒരു വസ്തു കൊടുത്തു. ഇയാളെ ലേശമൊന്ന് ബോധം കെടുത്തി കിടത്തി ഉറക്കിയിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ളൊരു ധാരണയിലാണ് നിമിഷപ്രീതി ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഡോസ് കൂടിപ്പോയി, ഇയാൾ മരിക്കുന്നു. അവിടെ വെച്ചിട്ട് ചിത്രം മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വീണ്ടും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഈ മരിച്ച ഇദ്ദേഹത്തിനെ വേറൊരു സുഹൃത്തുമായിട്ട് ചേർന്ന് വെട്ടിക്കഷ്ണമാക്കി ഡിസ്പോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നാടെടുക്കാൻ നോക്കുന്നു. അവിടെ വെച്ചിട്ട് സൗദി അറേബ്യയുടെ ബോർഡറിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു നിമിഷപ്രിയ പിടിക്കപ്പെടുന്നതും പിന്നീട് വിചാരണ നടത്തപ്പെടുന്നു. അത് ആദ്യം അറബിയിലായിരുന്നു വിചാരണ. അത് മനസ്സിലാകാത്തതിൻ്റെ ഭാഷ പിന്നെ ദ്വിഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും വലിയൊരു പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരും മറ്റ് അതുപോലെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഏർപ്പെടുത്തിയെന്ന് തുടർന്ന് വീണ്ടും വിചാരണ നടത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ 2018 വീണ്ടും ഇവരെ ശിക്ഷിക്കുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഈ നിമിഷപ്രിയയുടെ ഒരു മോചനത്തിൻ്റെ ഒരു വിഷയം വളരെ മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര സംഘടനകളും ഒക്കെ ഏറ്റെടുക്കുകയും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അതിൽ വലിയൊരു വിഷയമായി മാറുകയും ഫണ്ട് റേസിംഗ് ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ പറഞ്ഞതുപോലെ ഈ മറ്റേ ഈ കൊല്ലപ്പെട്ട അയാളുടെ കുടുംബത്തിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അവിടെ ഈ സാമുവൽ ജെറോമിൻ്റെ ഒപ്പമാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഈ സാമുവൽ ജെറോമും വളരെയധികം ശ്രമം നടത്തുന്നുണ്ട് ഈ കുടുംബമായിട്ടൊക്കെ സംസാരിച്ച് ഇത് ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവരൊരു ഗതികെട്ട അവസ്ഥയിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ പരമാവധി അവരത് ചൂഷണം ചെയ്യും. ഇതൊന്നും ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ആട് ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു നേഴ്സുമാരെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്, അതേപോലുള്ള സിനിമകളുടെ കൂട്ടാണ് ഇപ്പൊ നിമിഷപ്രിയയുടെ ജീവിതം. സനായിലെ ജയിലിലാണെന്ന് പറയുന്നു. അപ്പൊ ആ ജയിലിലെ അവസ്ഥയൊന്നും ആലോചിച്ചോ. ഇപ്പൊ യമനിലെ ജയിലിലെ അവസ്ഥയൊന്നും ആലോചിച്ചു. മറ്റേ ഈ GCC കൺട്രീസിലെ കാര്യങ്ങൾ പറയുന്ന പോലെ അല്ല അവിടുത്തെ സനായിലെ ജയിലിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്ന സംഗതി. കാര്യം അവർക്ക് അതിനു വേണ്ടിയുള്ളൊരു സാമ്പത്തിക ശേഷിയുള്ള സ്ഥലമൊന്നുമല്ല ഈ യമൻ എന്ന് പറയുന്നത്. അവിടെ എല്ലാം ആഭ്യന്തര പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഹൂതികളുടെ പ്രശ്നം, അതുപോലെ സമാന്തര മറ്റുള്ള സംഘടനകളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണത്തിലും ഇസ്രയേലിൻ്റെ ആക്രമണത്തിലും തന്നെ സനയിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഈ ജയിലിൽ കിടക്കുന്ന അന്തേവാസികളുടെ ജീവന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിലാണ് യമനിൽ കിടക്കുന്ന സംഗതി. അപ്പോൾ അങ്ങനെ ഒരു ജയിൽ അന്തരീക്ഷത്തിൽ ഈ നിമിഷപ്രിയ ജീവിച്ചിരിക്കുന്നു, കടന്നു പോകുന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതം പോലെ വേണം നമുക്ക് തന്നെ കാണാനായിട്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായിട്ട് ഇടപെടാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കാര്യം ഇത്തരം വിഷയങ്ങളിൽ വളരെ ഒരു പ്രോആക്റ്റീവായിട്ടുള്ളൊരു സമീപനം നമ്മുടെ വിദേശകാര്യ വകുപ്പും പ്രത്യേകിച്ച് നമ്മുടെ അജിത് ഡോവൽ, അദ്ദേഹത്തിൻ്റെയൊക്കെ സ്വാധീനം, വളരെയധികം സ്വാധീനമുള്ള വ്യക്തികളാണ് അവരൊക്കെ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചിട്ട് ഈ മറ്റേ കൊല്ലപ്പെട്ട ആ യമൻ യുവാവിൻ്റെ കുടുംബമായിട്ടൊരു ധാരണയൊക്കെ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഒരു പരമാവധി എമൗണ്ടിന് ഇവർ സമ്മതിക്കുകയും. അജിത് ഡോവൽ വിചാരിച്ചു ഈ കാര്യങ്ങൾ നടക്കുമോ? അല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും പിന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉള്ള ഇവരുടെയൊക്കെ പല ഇപ്പോൾ ഈ ടേക്ക് ഓഫ് സിനിമയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഈ അജിത് ഡോവലിൻ്റെ സ്വാധീനമൊക്കെ വളരെയധികം പ്രയോഗിക്കപ്പെട്ടു എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതായത് കുവൈറ്റിലെ ദുബായിലെ രാജാവിനെ പോയി കാണുന്ന ഒരു സീൻ. അല്ല, അതൊക്കെ ചിലപ്പോൾ നമുക്ക് അതുപോലെ ഇപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ ആയിരിക്കണമെന്നില്ല യാഥാർത്ഥ്യത്തിൽ ഉണ്ടാവുക. പക്ഷേ അവിടെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്ന സംഗതി ചില സ്വാധീനമാണ്. ഈ ബാക്ക്ഡോർ ഡിപ്ലോമസി എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക്ഡോറിലൂടെ ഒരു വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചർച്ചകൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് രാജ്യങ്ങൾ തമ്മിൽ ഈ എത്ര വലിയ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസി, ബാക്ക്ഡോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഗതി എപ്പോഴും നടക്കും. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ബന്ധങ്ങളുടെ തലങ്ങൾ കിടക്കുന്ന സാധനം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ നടക്കുന്ന
ഇതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം, അതേപോലെ തന്നെ ഇതിപ്പം ഇന്ത്യയിൽ മുഴുവൻ ഒരു വിഷയമായി മാറുന്നു, വൈകാരിക വിഷയമായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഈ നിമിഷപ്രിയ അവിടുന്ന് ജയിൽ മോചിതയായി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും BJPക്കും ഉണ്ടാകുന്ന മൈലേജിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതും ഈ കേന്ദ്ര സർക്കാരും BJPയും വേണ്ട എന്ന് വിചാരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അപ്പോൾ അതിനൊരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം നരേന്ദ്രമോദി അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടും. നരേന്ദ്രമോദി കഷ്ടപ്പെടണം. നരേന്ദ്രമോദിക്കുള്ള ഇന്നത്തെ ലോകരാജ്യങ്ങളുടെ ഇടയിലുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസ് അത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നരേന്ദ്രമോദിയുടെ ഇടപെടണമെന്നില്ലത്. അപ്പം പ്രധാനമന്ത്രിയുടെ താല്പര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറോ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പിന്നെ ജയശങ്കറും ഇറാനിലെ വിദേശകാര്യമന്ത്രി അരഗാച്ചിയും തമ്മിൽ ഒന്നിച്ച് സൗഹൃദം പങ്കിടുന്നതാണ്. ഇപ്പം ഇറാൻകാരുടെ ഔദാര്യത്തിലാണ് ഈ ഹൂതികൾ അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പം ഇറാനിൽ നിന്ന് ഇപ്പം വിദേശകാര്യമന്ത്രിയോ അതല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും ഈ ഹൂതികളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നിമിഷപ്രിയയുടെ കേസിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കാൻ വഴിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ആ സാധ്യതകൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ അത് ഉപയോഗിക്കാനും നിമിഷപ്രിയയ്ക്ക് അപകടം സംഭവിക്കാതെ അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് ഇരയാകാതെ വരാനുള്ള സാധ്യതകളും തെളിയും എന്ന് തന്നെയാണ് നാം കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഇതേപോലെ കഷ്ടപ്പെടുന്ന അനവധി ആളുകൾ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിന് വെളിയിലേക്ക് ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ആടുജീവിതത്തിൽ പറയുന്ന പോലെ ഇങ്ങനെ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഒരു എത്തും പിടിയുമില്ലാതെ പുറം രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പോയി കഷ്ടപ്പെടാൻ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ മോശം ജീവിതമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല പ്ലേസ്മെന്റ് എല്ലാ സ്ഥലത്തൊക്കെ കിട്ടും. അതില്ലാതെ പോകുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ അവിടെ പോയിട്ട് എത്രയോ സംഭവങ്ങൾ നമുക്കറിയാൻ പറ്റും. തിരിച്ചു നമ്മളറിയാത്ത എത്ര ജീവിതങ്ങൾ, വണ്ടിക്കൂലി പോലും മടങ്ങി വരാനില്ലാതെ വർഷങ്ങൾ അവിടെ തങ്ങേണ്ടി വരുന്ന ആൾക്കാർ, അങ്ങനെ പല 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 രീതിയിൽ അവിടെ അകപ്പെട്ടു പോയി കഴിയുന്നവരുണ്ട്. അങ്ങനെ പല പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ശരിക്കും. ഇത് മാത്രമല്ല, ഈ ഇങ്ങനെ കടന്നു പോകുന്നവർ പലരും അവരുടെ അനുഭവങ്ങൾ പലരും പുറത്തു പറയാൻ പോലും ധൈര്യപ്പെടുന്നില്ല. എന്തൊക്കെയാണ് അവർക്ക് അനുഭവിച്ചത് മനസ്സിലായില്ലേ? നമ്മുടെ ഈ കേരളത്തിലെ ഈ പറഞ്ഞതുപോലുള്ള ഒരു എല്ലാവരുടെയും മുമ്പിൽ നോക്കുമ്പം ആർക്കും മോശക്കാരനാവാൻ താല്പര്യമില്ല. അപ്പം മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല, കാരണം അവൻ്റെ കുടുംബത്തിന് മോശം വരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികളുടെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ കുടുംബത്തിനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അനുഭവിച്ച പീഡനങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിയിൽ പറയാൻ മടിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും